ത്രോ ടു ആൻഡ് ത്രോ അറ്റ്. വേർഡ് ത്രോയുടെ കൂടെ പ്രിപ്പോസിഷൻ ടുവും പ്രിപ്പോസിഷൻ അറ്റും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വേർഡ് ത്രോയുടെ മീനിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എറിയുക എന്നാണ് വേർഡ് ത്രോയുടെ മീനിങ്. വേർഡ് ത്രോയ്ക്ക് മറ്റു പല ആശയങ്ങളുമുണ്ട്, അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. എറിയുക എന്ന ആശയത്തിലുള്ള സെൻറ്റൻസുകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ വേർഡ് ത്രോയുടെ കൂടെ പ്രിപ്പോസിഷൻ ടുവും പ്രിപ്പോസിഷൻ അറ്റും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഒന്നാമത്തത് ദേ ആർ ത്രോയിങ് ദ ബോൾ ടു ഈച്ച് അതർ. അവർ പരസ്പരം പന്ത് എറിയുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ദേ ആർ ത്രോയിങ് ദ ബോൾ ടു ഈച്ച് അതർ. അപ്പോൾ അവർ പരസ്പരം പന്ത് എറിയുകയാണ്. ഒരാൾ മറ്റൊരാൾക്ക് പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ്, മറ്റൊരാളുടെ നേരെ പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് എറിഞ്ഞു കൊടുക്കുന്നത്? മറ്റേയാൾ പിടിക്കുവാനായിട്ട്, മറ്റേയാൾ ക്യാച്ച് ചെയ്യുവാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ ടു ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ദ ബോയ് ഈസ് ത്രോയിങ് ദ ബോൾ ടു ദ ഗേൾ. ആൺകുട്ടി പെൺകുട്ടിക്ക് നേരെ പന്ത് എറിയുകയാണ്. എന്തിനാണ് എറിയുന്നത്? പെൺകുട്ടി ക്യാച്ച് ചെയ്യാനായിട്ട്, പിടിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ ടു ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. നെക്സ്റ്റ്, ദ ബോയ് ത്രൂ ദ ബോൾ ടു ദ ഗേൾ. ബോയ് പെൺകുട്ടിക്ക് നേരെ പന്ത് എറിഞ്ഞു എന്ന് പറഞ്ഞുള്ള സെൻറ്റൻസ് ആണ്. പാസ്റ്റ് ആണ്, ത്രൂ ആണ്. ത്രോയുടെ പാസ്റ്റ് ആണ് ത്രൂ. നെക്സ്റ്റ്, ദേ ആർ ത്രോയിങ് ദ ബോൾ ടു ഈച്ച് അതർ. അവർ പരസ്പരം പന്ത് എറിയുകയാണ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ത്രോ ദ ബോൾ ടു മീ. ബോൾ എൻ്റെ നേരെ എറിഞ്ഞു തരൂ, അല്ലെങ്കിൽ എനിക്ക് എറിഞ്ഞു തരൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ത്രോ ദ ബോൾ ടു മീ. എന്തിനാണ്? എനിക്ക് പിടിക്കാനായിട്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ത്രോ മീ ദ ബോൾ. അതായത് ത്രോ ദ ബോൾ ടു മീ നമുക്ക് ഇങ്ങനെയും പറയാം. ത്രോ മീ ദ ബോൾ. പന്ത് എൻ്റെ നേരെ എറിഞ്ഞു തരൂ, എനിക്ക് എറിഞ്ഞു തരൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ത്രോ മീ ദ കാർ കീസ്. കാറിൻ്റെ കീസ് എനിക്ക് എറിഞ്ഞു തരൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇതിനെ നമുക്ക് ത്രോ ടൂവും ചേർത്ത് പറയാം. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ത്രോ ദ കാർ കീസ് ടു മീ. കാറിൻ്റെ കീസ് എൻ്റെ നേരെ എറിഞ്ഞു തരൂ. അപ്പോൾ ത്രോയുടെ കൂടെ പ്രിപ്പോസിഷൻ ടു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലൊന്ന് കരുതി വെച്ചിരിക്കാം. ഇനി നമുക്ക് ത്രോ അറ്റ് നോക്കാം. ത്രോയുടെ കൂടെ പ്രിപ്പോസിഷൻ അറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഹീ ത്രൂ എ റോക്ക് അറ്റ് ഹിം. അവൻ്റെ നേരെ ഒരു കല്ല് എറിഞ്ഞു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ എറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് ദേഹത്ത് കൊള്ളാൻ വേണ്ടി എറിഞ്ഞു എന്നാണ് അതിൻ്റെ ആശയം. അതായത് ദേഹത്ത് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എറിഞ്ഞു എന്നാണ് അതിൻ്റെ ആശയം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രിപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് നമ്മൾ പ്രിപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്യുന്നത് എന്ന്. ഹീ ത്രൂ എ റോക്ക് അറ്റ് ഹിം. അവൻ്റെ നേരെ ഒരു കല്ലെറിഞ്ഞു. എന്തിനെറിഞ്ഞു? ദേഹത്ത് കൊള്ളാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ആശയം. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്യുന്നത്. പ്രിപ്പോസിഷൻ അറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹീ ത്രൂ എ റോക്ക് അറ്റ് ദ ബോയ്. അവൻ ആ പയ്യൻ്റെ നേരെ കല്ല് എറിഞ്ഞു. എന്തിനെറിഞ്ഞു? ദേഹത്ത് കൊള്ളാൻ വേണ്ടിയിട്ട്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീസ് ഗോണ ത്രോ ദ റോളിംഗ് പിൻ അറ്റ് ഹിം. അവൻ്റെ നേരെ റോളിംഗ് പിന്നെ എറിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുള്ള സെൻറ്റൻസാണ്. ഷീസ് ഗോണ ത്രോ ദ റോളിംഗ് പിൻ അറ്റ് ഹിം. അതായത് ദേഹത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് എറിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുള്ള സെൻറ്റൻസാണ്. ഇവിടെ ഗോണ എന്നുള്ളത് ഗോയിങ് ടു ആണ്. നേറ്റീവ് സ്പീക്കേഴ്സ് ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ശൈലിയാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഷീസ് ഗോണ ത്രോ ദ റോളിംഗ് പിൻ അറ്റ് ഹിം. അവൻ്റെ നേരെ റോളിംഗ് പിന്ന് എറിയാൻ പോവുകയാണ്. മീൻസ് ദേഹത്ത് കൊള്ളുന്ന രീതിയിൽ. ഡു യു തിങ്ക് ഷീസ് ഗോണ ത്രോ ദ റോളിംഗ് പിൻ അറ്റ് ഹിം. അവൻ്റെ നേരെ റോളിംഗ് പിൻ എറിയുമോ? യെസ്, ഷീസ് ഗോണ ത്രോ ദ റോളിംഗ് പിൻ അറ്റ് ഹിം. അതെ, അവൻ്റെ നേരെ റോളിംഗ് പിന്നെ എറിയുവാൻ പോവുകയാണ്. മീൻസ് ദേഹത്ത് കൊള്ളുന്ന രീതിയിൽ റോളിംഗ് പിന്നെ എറിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുള്ളൊരു ആൻസറാണ്. അപ്പോൾ പ്രിപ്പോസിഷൻ അറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹീ ത്രൂ എ സ്നോബോൾ അറ്റ് ഹിസ് ഫ്രണ്ട്. അവൻ്റെ നേരെ, അവൻ്റെ സുഹൃത്തിൻ്റെ നേരെ ഒരു സ്നോബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഹീ ത്രൂ എ സ്നോബോൾ അറ്റ് ഹിസ് ഫ്രണ്ട്. ഡിഡ് ഹീ ത്രോ എ സ്നോബോൾ അറ്റ് ഹിസ് ഫ്രണ്ട്. അവൻ്റെ സുഹൃത്തിൻ്റെ നേരെ സ്നോബോൾ എറിഞ്ഞോ? യെസ്, ഹീ ത്രൂ എ സ്നോബോൾ അറ്റ് ഹിസ് ഫ്രണ്ട്. അതേ, അവൻ്റെ സുഹൃത്തിൻ്റെ നേരെ സ്നോബോൾ എറിഞ്ഞു. മീൻസ് എന്തിനാണ് എറിഞ്ഞത്? ദേഹത്ത് കൊള്ളുന്ന രീതിയിൽ. അതാണ് അവിടുത്തെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് കൊടുത്തത്? പ്രിപ്പോസിഷൻ അറ്റ് യൂസ് ചെയ്യും. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡോണ്ട് ത്രോ ദാറ്റ് അറ്റ് ദ ഡോഗ്. അത് ഡോഗിൻ്റെ നേരെ എറിയരുത്. ഡോഗിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ, ഡോഗിൻ്റെ ദേഹത്ത് കൊള്ളുന്ന രീതിയിൽ അത് എറിയരുത് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഡോണ്ട് ത്രോ ദാറ്റ് അറ്റ് ദ ഡോഗ്. നെക്സ്റ്റ്, സമൺ ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാർ. ആരോ കല്ല് കാറിൻ്റെ നേരെ എറിഞ്ഞു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അതായത് കാറിന് കൊള്ളാനായിട്ട് ആരോ കല്ലെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. സമൺ ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാർ.
നെക്സ്റ്റ് ത്രോ അറ്റ് മീ ആൻഡ് ഐ വിൽ ക്യാച്ച് ഇറ്റ്. എൻ്റെ നേരെ എറിഞ്ഞു തരൂ, ഞാനത് പിടിക്കാം. ത്രോ ദ കീസ് അറ്റ് മീ ആൻഡ് ഐ വിൽ അൺലോക്ക് ദ ഡോർ. കീസ് എൻ്റെ നേരെ എറിഞ്ഞു തരൂ, ഞാൻ ഡോർ അൺലോക്ക് ആക്കാം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇതേ സെൻറ്റൻസ് നമ്മൾ കുറച്ച് മുമ്പ് ത്രോ ടൂവും ചേർത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ചില സമയത്ത് ത്രോ അറ്റും ത്രോ ടൂവും ആളുകൾ ഇൻ്റർചേഞ്ച് ആയിട്ട് ഉപയോഗിക്കുന്നത് കാണാം, മാറ്റി ഉപയോഗിക്കുന്നത് കാണാം. ആ സമയത്ത് അവരെന്താണോ പറയുന്നത്, ഏത് സാഹചര്യത്തിലാണോ പറയുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ മീനിങ് കൊടുത്താൽ മതി. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലെറ്റ് സി ഇഫ് യു ക്യാൻ ത്രോ ദ പേപ്പർ ഇൻ ദ ബിൻ ഫ്രം ഹിയർ. നിനക്ക് പേപ്പർ ഇവിടെ നിന്നുകൊണ്ട് ബിന്നിലെറിയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ലെറ്റ് സി ഇഫ് യു ക്യാൻ ത്രോ ദ പേപ്പർ ഇൻ ദ ബിൻ ഫ്രം ഹിയർ. ഇവിടെ പ്രിപ്പോസിഷൻ ഇൻറ്റു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ പേപ്പർ ബിന്നിൻ്റെ അകത്ത് ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുവാനായിട്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഇൻറ്റു യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. നെക്സ്റ്റ് ഷീ ത്രൂ ഹെർ കോട്ട് ഓൺ ദ ബെഡ്. അവൾ അവളുടെ കോട്ട് ബെഡിൽ എറിഞ്ഞു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ പ്രിപ്പോസിഷൻ ഓൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൺ യൂസ് ചെയ്തതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ബെഡിൻ്റെ പുറത്ത് എറിഞ്ഞു എന്ന് പറയുവാനായിട്ടാണ് നമ്മളിവിടെ പ്രിപ്പോസിഷൻ ഓൺ ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഷീ ത്രൂ ഹെർ കോട്ട് ഓൺ ദ ബെഡ്. നെക്സ്റ്റ് ഡോണ്ട് ജസ്റ്റ് ത്രോ യുവർ ക്ലോത്ത്സ് ഓൺ ദ ഫ്ലോർ, പിക്ക് ദം അപ്പ്. നീ നിൻ്റെ ഡ്രസ്സ് ഫ്ലോറിൽ എറിയരുത്, പിക്ക് ദം അപ്പ്, അത് എടുക്കൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഫ്ലോറിൽ എറിയരുത് എന്ന് പറയുവാനായിട്ടാണ് അവിടെ പ്രിപ്പോസിഷൻ ഓൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.